യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ, സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. യേശുവിൻ പ്രിയജനമേ, രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കാണ് സാത്താൻ്റെ ശക്തിയേറിയ പ്രലോഭനങ്ങൾ നേരിടേണ്ടി വരുന്നത്. രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികളെ സാത്താൻ നോട്ടമിടാറേയില്ല. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുന്ന നിമിഷം മുതൽ സാത്താൻ നോട്ടമിടും. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരുവനിൽ ഉണ്ടായിരുന്ന പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉരിഞ്ഞു കളവാൻ സാത്താൻ സമ്മതിക്കുകയില്ല. ചിലപ്പോഴെങ്കിലും നമ്മെ പഴയ മനുഷ്യൻ്റെ അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നതിൽ സാത്താൻ വിജയിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് സ്വന്തം അനുഭവത്തിൽ കൂടി പൗലോസ് പറയുന്നതാണ് റോമർ 7:15 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്തത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്തുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഒരു ആത്മീക മനുഷ്യൻ്റെ ആന്തരിക സംഘർഷമാണ് ഇത്. എല്ലാ ആത്മീയരിൽ നിന്നും ഉയരുന്ന ശബ്ദവും ഇതുതന്നെയാണ്. ആന്തരികമായി ഉണ്ടാകുന്ന സംഘർഷത്തിൽ നാം പരാജയപ്പെട്ടേക്കാം. എങ്കിൽ തന്നെയും നിരാശപ്പെടരുത്. പിന്നെ എന്തു ചെയ്യണം? പൗലോസ് എന്തു ചെയ്തു എന്ന് നോക്കാം. പൗലോസ് തൻ്റെ പാപത്തെ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. റോമർ 7:24. നിലവിളിച്ച പൗലോസ് ദൈവശക്തി അനുഭവമാക്കി പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. കുറവുകളെ നിരന്തരം സമ്മതിക്കുക എന്നത് ആത്മീയ രംഗത്ത് ഉയർച്ച നേടിയ ഭക്തന്മാരുടെ പ്രത്യേകതയാണ്. വന്നുപോയിട്ടുള്ള പാപത്തെക്കുറിച്ച് ഓർക്കുന്നത് ആത്മീയ അഹങ്കാരത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തും. ആത്മീയ വളർച്ചയിൽ അഹങ്കാരം ഉണ്ടാവാതിരിക്കണമെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കണം. എൻ്റെ അനവധിയായ പാപം കർത്താവ് മോചിച്ചതുകൊണ്ടാണല്ലോ ഇന്ന് ഈ കൃപ ഞാൻ അനുഭവിക്കുന്നത് എന്ന ബോധം നമ്മിലുണ്ടാവണം. ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മിലുള്ള കുറവുകളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകുന്നത്. ദൈവം വിളിച്ചവർ ആരും തന്നെ തൻ്റെ ആത്മീയ ശ്രേഷ്ഠതയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ നീതിമാനെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ ബലഹീനതകളെ സമ്മതിക്കുകയേ ഉള്ളൂ. ദൈവവിളി ശ്രവിച്ച മോശ പറയുന്നത്, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. പുറപ്പാട് 4:10. യിരെമ്യാ പ്രവാചകനായി നിയമിക്കുമ്പോൾ യിരെമ്യാവ് പറഞ്ഞത്, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. യിരെമ്യാ 1:6. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാകുന്നു എന്ന അവബോധം എപ്പോഴും നമ്മിൽ ഉണ്ടാകും. സ്വയം നീതീകരിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന മനോഭാവം, ഞാൻ തികഞ്ഞവനായി തീർന്നിരിക്കുന്നു, എനിക്കിനി ദൈവത്തെ കൊണ്ട് നേടിയെടുക്കുവാൻ ഒന്നും തന്നെയില്ല, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ ആവശ്യമില്ല. മറിച്ച് ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒന്നുമായിട്ടില്ല, എനിക്കിനിയും ദൈവത്തെ ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ ഈ രണ്ട് ആശയവും നമുക്ക് കാണാം. കർത്താവ് പറയുന്ന ഈ ഉപമ ലൂക്കോസ് 18:9-14 വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്നു. പരീശൻ തൻ്റെ ഗുണങ്ങളെ എല്ലാം നിരത്തി വെച്ച് പ്രാർത്ഥിക്കുകയാ. ഞാൻ പിടിച്ചു പറിക്കുന്നവനല്ല, നീതികെട്ടവനല്ല, വ്യഭിചാരിയല്ല,
ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്, ദശാംശവും ഒട്ടും കുറയാതെ കൊടുക്കുന്നുണ്ട്. പരീശൻ സ്വയം പുകഴുകയാ, ഞാൻ നീതിമാനാ, വിശുദ്ധനാ, ഇനി വിശുദ്ധിയിൽ തുടരുവാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട, ദൈവത്തിൻ്റെ പോലും സഹായം വേണ്ട. എന്നാൽ ചുങ്കക്കാരന് ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുന്നതിന് പരീശൻ പറഞ്ഞതുപോലെയുള്ള ഒരു നന്മ പ്രവൃത്തിയും അവനിൽ ഇല്ലായിരുന്നു. ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുകയല്ലാതെ മറ്റു യാതൊരു വഴിയും അവൻ്റെ മുൻപിലില്ലായിരുന്നു. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ അവൻ ദൂരെ നിന്നുകൊണ്ട് മാറുത്തടിച്ച് നിലവിളിക്കുകയാ, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ലൂക്കോസ് 18:13. ചുങ്കക്കാരൻ നിലവിളിച്ചതുപോലെ ചെയ്തുപോയ പാപത്തെ ഓർത്ത് നിലവിളിക്കുന്ന ഒരനുഭവം നമ്മിലുണ്ടാവണം. രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു എന്ന ചിന്തയിൽ നിലവിളി നിർത്തുവാൻ പാടില്ല. നിലവിളിച്ചു കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സാത്താൻ നമ്മെ തകർക്കുവാൻ എപ്പോഴും കൂടെയുണ്ട്. മാനുഷികമായ ബലഹീനതകളും കുറവുകളും നമ്മിൽ തുടർന്നും ഉണ്ടാക്കുന്നതിന് അവൻ മിടുക്കന്. അവൻ്റെ തന്ത്രങ്ങളെ മറക്കരുത്. ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി, അവൻ അകത്ത് കയറും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ 2:11. കർത്താവേ, നന്മ ചെയ്യുവാൻ അറിയാമായിരുന്നിട്ടും ഞാൻ ചെയ്യുന്നില്ല. അരിഷ്ടപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ആമേൻ. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി, വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി, വിനാശകത്വം പോകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ, വിനാശകത്വം പോകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ, രക്ഷകനേശുവിൻ പ്രിയജനമേ, പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം, രക്ഷാദൂതിൻ